ഭാവി കാലത്തെക്കുറിച്ച് പഠിക്കാം. തീർച്ചയായും പ്രസൻറ്റ് ടെൻസിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട ടെൻസ് തന്നെയാണ് ഫ്യൂച്ചർ ടെൻസ്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ പ്രസൻറ്റ് പ്ലസ് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്ന പാറ്റേൺ പാലിക്കണമെന്നത് പ്രധാന നിയമം തന്നെയാണ്. എങ്കിൽ പ്രസൻറ്റ് ടെൻസ്, അതായത് ആം, ഈസ്, ആറിൻ്റെയും ഡു, ഡസ് എന്നിവയുടെയും പ്രയോഗം നന്നായി പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കാം. പാടുക എന്ന ക്രിയയുടെ സിമ്പിൾ പ്രസൻറ്റ് രൂപം പാടുന്നു, പാടുന്നുണ്ട്, പാടാറുണ്ട് എന്നിവയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ പാടുന്നു എന്ന ക്രിയയുടെ സിമ്പിൾ ഫ്യൂച്ചർ രൂപം പാടാം, പാടും എന്നിവയാണ്. ഇനി സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ പാറ്റേൺ നോക്കാം. ഐ, വി പ്ലസ് ഷാൽ പ്ലസ് V1, യു, ഹി, ഷീ, ഇറ്റ്, ദേ പ്ലസ് വിൽ പ്ലസ് V1. അതായത് നമ്മൾ പറയുവാനോ എഴുതുവാനോ ഉദ്ദേശിക്കുന്ന വാക്യത്തിൽ കർത്താവിൻ്റെ അഥവാ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഐ അല്ലെങ്കിൽ വി ആണെങ്കിൽ അതിനെ തുടർന്ന് ഷാലും പിന്നെ ക്രിയയുടെ ആദ്യ രൂപവും ഉപയോഗിക്കണം. അതാണ് ഐ, വി പ്ലസ് ഷാൽ പ്ലസ് V1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യു, ഹി, ഷീ, ഇറ്റ്, ദേ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യു, നീ, നിങ്ങൾ എന്നീ അർത്ഥമുള്ള പദം. ഹി, അവൻ, അയാൾ, അദ്ദേഹം. ഷീ, അവൾ, ഇവൾ. ഇറ്റ്, ഇത്, അത്. ദേ, അവർ. ഇങ്ങനെ ഏതെങ്കിലും ഒന്നാണ് വാക്യത്തിൻ്റെ തുടക്കത്തിൽ അഥവാ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അതിനോടൊപ്പം വിൽ ചേർക്കണം. തുടർന്ന് ക്രിയയുടെ ആദ്യ രൂപവും ഉപയോഗിക്കണം. ഇനി വാക്യങ്ങൾ നോക്കാം. ഞാൻ നാളെ വരാം എന്ന വാക്യം തന്നെ പരിശോധിക്കൂ. ഇതിൽ ഞാൻ എന്ന പദം ഐ. ഇനി അവസാന പദമാണല്ലോ നോക്കേണ്ടത്. അത് വരാം എന്നാണ്. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ മോഡൽ വെർബ് അഥവാ മാതൃകാ ക്രിയ പാടാം, പാടും എന്നിവയല്ലേ. അപ്പോൾ വരാം എന്ന ക്രിയ പാടാം എന്ന് പറയുന്നത് പോലെ ഫ്യൂച്ചറിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണെന്ന് കണ്ടല്ലോ. അതായത് ക്രിയയുടെ നീട്ടും ഈണവും നോക്കി ടെൻസ് തീരുമാനിക്കണം. ഉദാഹരണമായി പറയുന്നു എന്ന സിമ്പിൾ പ്രസൻറ്റ് രൂപത്തിൻ്റെ സിമ്പിൾ ഫ്യൂച്ചർ പറയും, പറയാം എന്നിങ്ങനെയാണ്. എങ്കിൽ വായിക്കുന്നു എന്നതിൻ്റെയോ വായിക്കും, വായിക്കാം എന്നാണ്. കേൾക്കുന്നു എന്നതിൻ്റെയോ കേൾക്കും, കേൾക്കാം എന്നാണ്. എഴുതുന്നു, അതിൻ്റെ ഫ്യൂച്ചർ രൂപം എഴുതും, എഴുതാം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള കുറേ ക്രിയകൾ പറഞ്ഞ് ശീലിക്കണം. ഇനി വാക്യത്തിലേക്ക് വരാം. ഞാൻ നാളെ വരാം എന്നല്ലേ. ഞാൻ എന്ന പദം ആദ്യം പറയണം. പിന്നീട് അവസാന പദമായ വരാം എന്നത് ചേർക്കണം. എന്നിട്ട് വാക്യത്തിലെ കർത്താവായ ഞാൻ എന്ന പദത്തെ തുടർന്ന് വന്നിരിക്കുന്ന പദമോ പദങ്ങളോ ഉപയോഗിക്കണം. അപ്പോൾ വാക്യം എങ്ങനെയാണെന്ന് നോക്കൂ. ഞാൻ എന്നതിന് ഐ, വരാം എന്നല്ലേ. അപ്പോഴത് ഫ്യൂച്ചറാണല്ലോ. വരിക എന്ന പദം കം അല്ലേ.
ഐ, വി ഇവയിൽ ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റായി നിന്നാൽ ഒപ്പം ഷാൽ ഉപയോഗിക്കണ്ടേ? അപ്പോൾ ഐ ഷാൽ കം. ഇനി ഞാൻ എന്നതിനെ തുടർന്ന് വന്നിരിക്കുന്ന പദം നാളെ എന്നല്ലേ? നാളെ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടുമോറോ എന്നാണ് പറയുക. അപ്പോൾ ഐ ഷാൽ കം ടുമോറോ എന്ന് കിട്ടും. ഞാൻ നാളെ വരില്ല എന്നാണെങ്കിലോ? ഇല്ല എന്ന നെഗറ്റീവ് പദം കൂടി ചേർക്കാം. അത് ഷാൽ, വിൽ എന്നിവയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഐ ഷാൽ നോട്ട് കം ടുമോറോ. ഞാൻ നാളെ വരണോ? ചോദ്യരൂപമാണെങ്കിലോ? ഷാൽ ആദ്യം തന്നെ വന്നാൽ മതി. ഷാൽ ഐ കം ടുമോറോ? ഞാൻ നാളെ വരണ്ടേ? നെഗറ്റീവ് ചോദ്യരൂപമാണ്. അപ്പോൾ ഷാൽ ഐ നോട്ട് കം ടുമോറോ? അല്ലെങ്കിൽ ഷാൺട്ട് ഐ കം ടുമോറോ എന്നായാലും മതി. ഷാലിനോടൊപ്പം നോട്ട് ചേർത്ത് ഷാൺട്ട് എന്നും വില്ലിനോടൊപ്പം നോട്ട് ചേർത്ത് വോണ്ട് എന്നുമാണ് മാറ്റം വരുത്തേണ്ടത്. ഇനി അവൻ അവളെ വിളിക്കും എന്ന് പറഞ്ഞു നോക്കൂ. അവൻ, ഹി. അവസാന പദം വിളിക്കും എന്നല്ലേ? വിളിക്കും, പാടും. സിമ്പിൾ ഫ്യൂച്ചറാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വിളിക്കുക എന്ന പദം കോൾ. ഹിയോടൊപ്പം വിൽ അല്ലേ വരേണ്ടത്? യു, ഹി, ഷീ, ഇറ്റ് ദയ്ക്കൊപ്പം വിൽ ആണ്. അപ്പോൾ ഹി വിൽ കോൾ. ഇനി അവൻ എന്ന സബ്ജക്റ്റിനെ തുടർന്ന് വന്നിരിക്കുന്ന പദം അവളെ എന്നല്ലേ? അത് ഹ എന്നാണ്. അപ്പോൾ ഹി വിൽ കോൾ ഹ എന്ന് കിട്ടും. ഇനി അവൻ അവളെ വിളിക്കില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഹീ വിൽ നോട്ട് കോൾ ഹെർ. ചോദ്യരൂപമുണ്ടാക്കാം. അവൻ അവളെ വിളിക്കുമോ? വിൽ ഹീ കോൾ ഹെർ? വിൽ ഹി കോൾ ഹെർ? അവൻ അവളെ വിളിക്കില്ലേ? വിൽ ഹി നോട്ട് കോൾ ഹെർ? അല്ലെങ്കിൽ വില്ലിനോടൊപ്പം നോട്ട് ചേർത്ത് വോണ്ട് എന്ന് ആദ്യം തന്നെ പറയാം, എഴുതാം. വോണ്ട് ഹി കോൾ ഹെർ? വിളിക്കില്ലേ എന്നായി. അടുത്തതായി സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ ഫ്യൂച്ചറും ചേർത്തുപയോഗിക്കാൻ പഠിക്കാം. സംഭാഷണത്തിൽ കണ്ടീഷണൽ ക്ലോസുകൾ ധാരാളം വരാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വ്യവസ്ഥ വെച്ചുകൊണ്ട് സംസാരിക്കുക. അതിലൊന്നാണ് പോസിബിൾ കണ്ടീഷൻ. ഇതിൽ എങ്കിൽ എന്നർത്ഥമുള്ള ഇഫ് എന്ന ഇംഗ്ലീഷ് പദത്തിനോടൊപ്പം പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യവും തുടർന്ന് അതിൻ്റെ പൂർണ്ണതയ്ക്കായി സിമ്പിൾ പ്രസൻറ്റിലെ തന്നെയോ സിമ്പിൾ ഫ്യൂച്ചറിലെയോ ഒരു വാക്യവും കൂട്ടിച്ചേർക്കാറുണ്ട്. പാറ്റേൺ ഇഫ് പ്ലസ് പ്രസൻറ്റ് പ്ലസ് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്നാണ്. അതായത് ഇഫിനോടൊപ്പം പ്രസൻറ്റ് ടെൻസ് നിർത്തണം. തുടർന്നുള്ള വാക്യത്തിലും പ്രസൻറ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ഉപയോഗിക്കാം. ഇനി വാക്യങ്ങൾ നോക്കൂ. നീ അവളെ വിളിക്കുമെങ്കിൽ അവൾ വരും. നീ അവളെ വിളിക്കുമെങ്കിൽ അവൾ വരും. വിളിക്കുമെങ്കിൽ അതായത് വിളിക്കുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ അതിലെ ക്രിയ വിളിക്കുമെങ്കിൽ എന്നല്ലേ? വിളിക്കുക എന്നല്ലേ? അതിനോടൊപ്പം ഒരു എങ്കിൽ വന്നിരിക്കുന്നത് കണ്ടോ? ആ എങ്കിൽ എന്ന പദമാണ്, അതായത് ഇഫ്. എങ്കിൽ എന്നതിന് ഇഫാണ് ഉപയോഗിക്കുക. ഇഫാണ് ആദ്യം എഴുതേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത്. ഇഫ്. ഇനി വാക്യത്തിലെ സബ്ജക്റ്റ്, അതായത് കർത്താവിൻ്റെ സ്ഥാനത്ത് നീ എന്നല്ലേ നിൽക്കുന്നത്? അപ്പോൾ ഇഫ് യു. ഇനി ക്രിയ വിളിക്കുക എന്നല്ലേ?
അതായത് വിളിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് രൂപമാണ്. യുവിനോടൊപ്പം ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ് വരേണ്ടത്. ഐ വി യു ദേ പ്ലസ് V1 ഓർമ്മിക്കുമല്ലോ. അപ്പോൾ ഇഫ് യു കോൾ. ഇനി സബ്ജക്റ്റിനെ തുടർന്ന്, അതായത് നീ എന്ന കർത്താവിനെ തുടർന്ന് വന്നിരിക്കുന്നത് അവളെ എന്ന പദമാണ്. അവളെ എന്നതിന് ഹ അല്ലേ? അപ്പോൾ ഇഫ് യു കാൾ ഹ, അവിടെ ഒരു കോമയുണ്ട്. ഇനി അടുത്ത വാക്യം നോക്കൂ. അവൾ വരും. വരും ഫ്യൂച്ചർ അല്ലേ? പാടും. വരും. പാടും എന്നത് നമ്മുടെ മാതൃകാ ക്രിയ. അത് ഉച്ചരിച്ച് നോക്കുമ്പോൾ അതിന് സമാനമായി നിൽക്കുന്നില്ലേ എന്ന് നോക്കൂ. പാടും, വരും, പോകും, കാണും, പറയും, കേൾക്കും എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ തന്നെ. അപ്പോൾ ഇഫ് യു കോൾ ഹർ, അവൾ എന്ന പദം ഷീ. ഫ്യൂച്ചറിൽ ഷീയോടൊപ്പം വിൽ ആണ് ഉപയോഗിക്കുക. ഇനി വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം കം. അപ്പോൾ ഇഫ് യു കോൾ ഹർ ഷീ വിൽ കം എന്ന് കിട്ടിയില്ലേ? അടുത്ത വാക്യം നോക്കൂ. മഴ പെയ്യുമെങ്കിൽ ഞാൻ വരില്ല. അവിടെ എങ്കിൽ ഇല്ലേ? എങ്കിൽ ആദ്യം വരട്ടെ ഇഫ്. മഴ എന്നതിൻ്റെ സബ്ജക്റ്റ് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ആണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ്. മഴ പെയ്യുക. റെയിൻ. സബ്ജക്റ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇറ്റ് നിൽക്കുന്നതിനാൽ അതിനോടൊപ്പം എസ് കൂടി നിൽക്കണം. ഡസ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റായി വന്നാൽ വെർബിൻ്റെ ആദ്യ രൂപത്തിൽ എസ് അഥവാ ഇ എസ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുമെങ്കിൽ ഞാൻ വരില്ല. ഞാൻ ഐ അല്ലേ? ഐയോടൊപ്പം ഷാൽ. ഇല്ല എന്ന് പറയാൻ നോട്ട്. ഐ ഷാൽ നോട്ട് കം. അടുത്ത വാക്യം. നീ അവളെ ശകാരിക്കുമെങ്കിൽ, അതായത് വഴക്ക് പറയുമെങ്കിൽ അവൾ കരയും. ശകാരിക്കുക, കുറ്റപ്പെടുത്തുക, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പദം നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ശകാരിക്കുക എന്നതിന് സ്കോൾഡ് എന്നോ റെബ്യൂക്ക് എന്നോ ഒക്കെ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നീ അവളെ ശകാരിക്കുമെങ്കിൽ, അതിൽ നിന്നും എങ്കിൽ എന്ന പദം ആദ്യം ഇഫ്. ഇനി സബ്ജക്റ്റ് നീ അല്ലേ? ഇഫ് യു. ഇനി ക്രിയാപദം ശകാരിക്കുക സ്കോൾഡ് അല്ലെങ്കിൽ റെബ്യൂക്ക്. അപ്പോൾ ഇഫ് യു സ്കോൾഡ് ഹെർ അല്ലെങ്കിൽ ഇഫ് യു റെബ്യൂക്ക് ഹെർ, ഒരു കോമയിട്ട്, അതായത് ഒന്ന് നിർത്തുന്നു അവിടെ. അതിനെ തുടർന്ന് അവൾ കരയും എന്ന് പറയണം. അവൾ എന്ന പദം ഷീ അല്ലേ? കരയുക എന്ന വാക്ക് ക്രൈ എന്നാണല്ലോ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷീയോടൊപ്പം ഫ്യൂച്ചറിലാകുമ്പോൾ വിൽ വരും. ഷീ വിൽ ക്രൈ. അടുത്ത വാക്യം നോക്കൂ. അവൻ അവളെ കുറ്റപ്പെടുത്തുമെങ്കിൽ അവൾ അവനെ ഉപേക്ഷിക്കും. അവൻ അവളെ കുറ്റപ്പെടുത്തുമെങ്കിൽ, എങ്കിൽ വന്നില്ലേ? അപ്പോൾ ഇഫ് ആദ്യം. ഇനി സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അവൻ അല്ലേ നിൽക്കുന്നത്? അപ്പോൾ ഇഫ് ഹി. കുറ്റപ്പെടുത്തുക എന്ന വാക്ക് ബ്ലെയിം ആണല്ലോ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹി നിൽക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ വെർബിനോടൊപ്പം എസ് ചേർക്കണ്ടേ? അപ്പോൾ ഇഫ് ഹി ബ്ലെയിംസ്. ഇനി സബ്ജക്റ്റിനെ തുടർന്ന് വന്നിരിക്കുന്ന പദം അവളെ. ഇഫ് ഹി ബ്ലെയിംസ് ഹർ. കോമയിട്ടിട്ട്, അതായത് ഒന്ന് നിർത്തിയിട്ട് അവൾ അവനെ ഉപേക്ഷിക്കും. അവൾ ഷീ ഉപേക്ഷിക്കും. ഇനി നടക്കാനിരിക്കുന്ന കാര്യം. അപ്പോൾ ഫ്യൂച്ചർ ഷീയോടൊപ്പം വിൽ അല്ലേ ഉപയോഗിക്കുക? ഉപേക്ഷിക്കുക എന്നതിന് ലീവ് എന്ന പദം ഉപയോഗിക്കാം. ഷീ വിൽ ലീവ്. ഇനി അവനെ ഹിം. ഇതുമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടെ ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കേട്ടിരിക്കണം. അടുത്ത വാക്യം. നീ അവളെ വിളിച്ചാൽ അവൾ നിന്നോടൊപ്പം വരുമോ? നീ അവളെ വിളിച്ചാൽ എന്ന് പറയുമ്പോൾ വിളിക്കുമെങ്കിൽ എന്നാണ്. അപ്പോഴവിടെ എങ്കിലുണ്ട്. എങ്കിൽ എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഇഫ്. നീ യു. വിളിക്കുക എന്നത് കാൾ. അവളെ എന്നതിന് ഹർ. ഇഫ് യു കാൾ ഹർ
അടുത്തത് ഒരു ചോദ്യരൂപമാണ്. വരുമോ, വരും, വരില്ല, വരുമോ, വരില്ലേ, ഇങ്ങനെയാണല്ലോ 4 രൂപങ്ങൾ. അപ്പോൾ വരുമോ എന്ന് ചോദിക്കുന്നത് ചോദ്യരൂപമായതുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചറിൽ അവൾ എന്ന സബ്ജക്റ്റിന് മുമ്പിൽ വിൽ നിൽക്കണം. വിൽ ഷീ കം, വിൽ ഷീ കം, നിന്നോടൊപ്പം, വിത്ത് യു. ഇഫ് യു കോൾ ഹെർ, വിൽ ഷീ കം വിത്ത് യു. നീ എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ്. നീ എന്നെ സഹായിക്കുമെങ്കിൽ, എങ്കിൽ ആദ്യം വരട്ടെ ഇഫ്. നീ യു അല്ലേ, സഹായിക്കുക ഹെൽപ്പല്ലേ. എന്നെ എന്ന വാക്ക് മീ. ഇഫ് യു ഹെൽപ്പ് മീ, ഞാൻ സഹായിക്കാം. ഐ ഷാൽ ഹെൽപ്പ് നിന്നെ. യു, ഐ ഷാൽ ഹെൽപ്പ് യു. അവൻ അവളുടെ സാഹചര്യം മനസ്സിലാക്കുമെങ്കിൽ അവൻ അവളെ കുറ്റപ്പെടുത്തുകയില്ല. അവൻ അവളുടെ സാഹചര്യം മനസ്സിലാക്കുമെങ്കിൽ അവൻ അവളെ കുറ്റപ്പെടുത്തുകയില്ല. ഇവിടെയും മനസ്സിലാക്കുക എന്ന ക്രിയയ്ക്കൊപ്പം എങ്കിൽ എന്ന് വന്നിരിക്കുന്നത് കണ്ടോ. എങ്കിൽ എന്ന് ആദ്യം പറയാം ഈഫ്. അവൻ ഹി. മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് എന്നല്ലേ. സബ്ജക്റ്റ് ഹീയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹീ സബ്ജക്റ്റായി നിൽക്കുമ്പോൾ വെർബിനോടൊപ്പം എസ് വരണ്ടേ. അപ്പോൾ ഇഫ് ഹി അണ്ടർസ്റ്റാൻഡ്സ് അവളുടെ സാഹചര്യം, ഈ 2 പദങ്ങൾ നോക്കൂ. അവളുടെ എന്നുള്ളതിന് ഹർ, സാഹചര്യം സിറ്റുവേഷൻ. അപ്പോൾ ഇഫ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ഹർ സിറ്റുവേഷൻ, ഇനി അവൻ അവളെ കുറ്റപ്പെടുത്തുകയില്ല എന്ന് പറയണം. അവൻ എന്ന വാക്ക് ഹി. കുറ്റപ്പെടുത്തുക എന്നത് ബ്ലെയിം അല്ലേ. കുറ്റപ്പെടുത്തുകയില്ല എന്നല്ലേ പറയേണ്ടത്. അത് ഫ്യൂച്ചറാണ്. കുറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തില്ല, കുറ്റപ്പെടുത്തുമോ, കുറ്റപ്പെടുത്തില്ലേ. അപ്പോൾ ഹീയോടൊപ്പം വിൽ നോട്ട് ബ്ലെയിം ഹർ, അവളെ. നീ അവളെ അപമാനിച്ചാൽ എന്ന് പറയുമ്പോൾ അപമാനിക്കുമെങ്കിൽ എന്നാണേ. അവൾ നിശ്ചിതമായി കർക്കശമായി പ്രതികരിക്കും. അപമാനിച്ചാൽ, അപമാനിക്കുമെങ്കിൽ എന്നതാണ്. അപ്പം ഇഫ് ആദ്യം വരട്ടെ ഇഫ്. നീ യു. അപമാനിക്കുക, ആക്ഷേപിക്കുക എന്നൊക്കെ വാക്ക് ഇൻസൾട്ട് അല്ലേ. ഇഫ് യു ഇൻസൾട്ട് അവളെ, ഹർ. ഇനി അവൾ പ്രതികരിക്കും. ഷീ വിൽ റിയാക്ട്. റിയാക്ട് ചെയ്യും, പ്രതികരിക്കും നിശ്ചിതമായി, ഷാർപ്പ്ലി. ഷീ വിൽ റിയാക്ട് ഷാർപ്പായിട്ട്, ഷാർപ്പ്ലി. നിശ്ചിതമായി അവൾ പ്രതികരിക്കും. അടുത്ത വാക്യം, അവൾക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ അവൾ അവനെ വിളിക്കും. അവൾക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ, എങ്കിൽ വന്നില്ലേ. അപ്പോൾ ഇഫ് ആദ്യം, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അവൾക്ക്, അതായത് അവൾ, ഇഫ് ഷീ. ഇനി അറിയുക എന്ന വാക്ക് KNOW അല്ലേ. നോ, ഒരു എസ് കൂടി ചേർക്കാം. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഷീ അല്ലേ. ഇഫ് ഷീ നൗസ് അവൻ്റെ ഫോൺ നമ്പർ, അവൻ്റെ എന്ന വാക്ക് ഹിസ്. ഇഫ് ഷീ നൗസ് ഹിസ് ഫോൺ നമ്പർ, അവൻ്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ അവൾ അവനെ വിളിക്കും. അവൾ ഷീ വിളിക്കും. ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ കോൾ അവനെ. ഷീ വിൽ കോൾ ഹിം. ഇതാണ്. ഐ വി യോടൊപ്പം ഷാൽ നമ്മൾ ഉപയോഗിച്ചു. എന്നാൽ ഇതിൽ പ്രത്യേകമായ ഒരു നിയമമുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യം ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടെയാണെങ്കിൽ, അതേപോലെ നമ്മളൊരാൾക്ക് ഒരു പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനം നൽകുകയാണെങ്കിൽ, ഒരാൾ അയാളുടെ അംബിഷൻ അല്ലെങ്കിൽ ജീവിതാഭിലാഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാൾ മറ്റൊരാളിനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ,
അതായത് ഡിറ്റർമിനേഷൻ, അംബിഷൻ, പ്രോമിസ്, ത്രെറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഐ, വി എന്നിവയോടൊപ്പം വിൽ ഉപയോഗിക്കണം എന്നാണ് നിയമം. ഐ വിൽ കം എന്ന് ഒരാൾ പറയുന്നെങ്കിൽ അയാൾ തീർച്ചയായും എത്തുമെന്നാണ്. ഷാൽ കം എന്നാണ് പറയുന്നതെങ്കിലോ വരാം എന്നേ ഉള്ളൂ. ഞാൻ വരാം, ഐ ഷാൽ കം. എന്നാൽ ഞാൻ വരും എന്നാണ് പറയുന്നതെങ്കിൽ ഐ വിൽ കം എന്ന് തന്നെ പറയും. അതുപോലെ യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇതിനോടൊപ്പം സാധാരണ രീതിയിൽ വില്ലാണ് ഉപയോഗിക്കുക. എന്നാൽ ഡിറ്റർമിനേഷൻ, അംബിഷൻ, പ്രോമിസ്, ത്രെറ്റ് ഇവകളിൽ ഏതെങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ വില്ലിൻ്റെ സ്ഥാനത്ത് ഷാൽ ഉപയോഗിക്കും. അങ്ങനെയുമൊക്കെയാണ്. അതിപ്പോൾ സംസാരിക്കുന്ന ആളിന് അഥവാ പറയുന്ന ആൾക്കാണ് അയാൾ പറയുന്നത് ദൃഢനിശ്ചയത്തോടെയാണോ, അയാൾ നൽകുന്നതൊരു പ്രോമിസാണോ, അയാൾ ഒരാളിനെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നൊക്കെ അറിയാൻ കഴിയുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആൾ തന്നെ അതിനനുസരിച്ച് ഷാൽ അല്ലെങ്കിൽ വിൽ ഉപയോഗിക്കും. സിമ്പിൾ ഫ്യൂച്ചർ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ടെൻസിൻ്റെ ഭാഗത്ത് ഞാൻ സിമ്പിൾ ഫ്യൂച്ചർ ചെയ്തിട്ടിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കും എന്ന് കരുതുന്നു. ശേഷം അടുത്ത ക്ലാസ്സിൽ ഇതേപോലെയുള്ള ധാരാളം വാക്യങ്ങൾ നമ്മൾ പഠിച്ച ക്രിയകൾ ഉപയോഗിച്ച് കൂടുതൽ ചെയ്തു നോക്കണം, സംസാരിക്കണം.